പൃഥ്വിരാജ് മോഹൻലാലിന് വേണ്ടി എടുത്തു വെച്ചതിൽ കരിയറിലെ ബെസ്റ്റ് പടം എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇനി അടുത്ത പടത്തിന് വേണ്ടി കട്ട വെയിറ്റ് ചെയ്യുക. ഇനി ഖുറേഷി അബ്രഹാമിൻ്റെ സ്റ്റോറി ഇനി കൂടെ ഡെവലപ്പായിട്ട് ഇനി അടുത്ത പാർട്ടിലാണ് ഇനി അറിയാനുള്ളത്. പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്, അതൊക്കെ പൊളിയായിട്ട് ചെയ്തു. ക്ലൈമാക്സ് എല്ലാം പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡിൽ ഫുള്ള് ഹോളിവുഡ് മേക്കിങ്ങിലാണ് പടം ചെയ്തു വെച്ചേക്കുന്നത്. പൊളിയായിട്ട് എല്ലാം ഹോളിവുഡ് ലെവലിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഓരോ സീനുകളിൽ നമുക്ക് പ്രതീക്ഷ കളയത്തക്ക രീതിയിലൊന്നും തരില്ല. എല്ലാം സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഹോളിവുഡ് ലെവലിൽ തന്നെയാണ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ലെവൽ പടം. സൂപ്പർ സൂപ്പർ. മലയാളത്തിലെ ഹോളിവുഡ് ഫിലിമാണ്. ഇഷ്ടപ്പെട്ടില്ലേ? കാരണം നമ്മൾ വിചാരിച്ച എക്സ്പെക്ടേഷൻ കിട്ടിയിട്ടില്ല. ഹൈപ്പ് പടത്തിൽ വന്നിട്ടില്ല. അടിപൊളി പടം. സൂപ്പറാണ്. അടിപൊളി പടം. മൂവി നമ്മുടെ മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ വരെ ഇത്രയും നല്ലൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടോന്ന് ഭയങ്കര ഡൗട്ടാണ്. മേക്കിംഗ് ഒന്നും ഒരു രക്ഷയില്ല. ഒരു ഹോളിവുഡ് മൂവി കണ്ടൊരു ഫീലാണ്. പിന്നെ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ഒന്നും പറയാനില്ല. കരച്ചിൽ വന്നു. നല്ല മൂവി. എല്ലാവരും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യും. മലയാളത്തിനടുത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റായോ? മലയാളത്തിനടുത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റായിരിക്കും. ഹ്യൂജ് ഹിറ്റായിരിക്കും. ഹ്യൂജ് ആയിരിക്കും. എന്തെങ്കിലും പറഞ്ഞ സ്പോയിലർ ആയപ്പോൾ ക്ലൈമാക്സ് നിങ്ങൾ ഞെട്ടിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വേറെ ആളുള്ള പടത്തില് അവര് മ്യൂസിക് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഷോർട്സ് എല്ലാം അടിപൊളിയാണ്. സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ്. നല്ലൊരു ഹോൾ ടൈപ്പിൽ എടുത്തിട്ടുണ്ട്. നല്ല ഇതിലോട് ആ ടൈപ്പ് അല്ല, വേറെ ലെവലിൽ എടുത്തിട്ടുള്ളൂ. നല്ലൊരു അടിപൊളി. ലാലേട്ടന്റെ വലിയൊരു കംബാക്ക് തന്നെയാണ്. ലൂസിഫറിന് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ടോപ്പാണ് മലയാളത്തിന് ഇങ്ങനത്തെ